പ്രേക്ഷകർക്ക് മനസ്സിലാവും. ആകെ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഇത് ഉറപ്പിക്കാവുന്ന തെളിവുകൾ സോണാർ ഓപ്പറേഷൻസ് ഇന്ത്യൻ നേവി പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അതുപ്രകാരം ഇങ്ങനെയാണ് നമുക്ക് സോണാർ സംവിധാനത്തിൽ കിടക്കുന്ന മെഷീൻസിനെ കാണാൻ കഴിയുന്നത്. അത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ ഒബ്ജക്റ്റായിട്ട് സോണാർ സംവിധാനത്തിൽ പതിഞ്ഞിരിക്കുന്ന മെറ്റൽ ഭാഗം ഇങ്ങനെയാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് തലകീഴായി കിടക്കുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. പല പല കഷണങ്ങളായിട്ടാണ് ഈ മരത്തിൻ്റെ തടി അവിടെ കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ ഇതെല്ലാം പല പല സെക്റ്റുകളായിട്ടാണോ? എനിക്കൊന്ന് മനാഫിനെ ഒന്ന് കണക്ട് ചെയ്താൽ നന്നായിരിക്കും. മനാഫിനെ ഒന്ന് ടെലിയിൽ ബന്ധപ്പെട്ടാൽ നന്നായിരിക്കും. PCR-നോട് എങ്ങനെയാണ് ഈ ലോറിയിൽ ലോഡ് കയറ്റിയത് എന്നറിയണം. പ്രേക്ഷകർക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാമെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റുകൾ പോലെ ചില ഭാഗങ്ങൾ കാണപ്പെടുന്നു. അത് സോണാർ വിദഗ്ധനോട് അല്ലെങ്കിൽ ഈ നാവികസേനയിൽ ഈ മെഷീൻ ഉപയോഗിച്ചവർക്ക് മാത്രമേ അതിൻ്റെ സാങ്കേതികത്വം വിശദീകരിക്കാൻ സാധിക്കൂ. നോക്കൂ, അതിൻ്റെ ഒരു ബോഡി പാർട്ട് ഈ ഭാഗത്ത് നിൽക്കുന്നു. ആകെ സർക്കാരിൻ്റെ കയ്യിലുള്ള തെളിവുകളാണ്. എങ്ങനെ ഇത് അപ്സൈഡ് ഡൗൺ ആയി എന്നൊരു ചോദ്യമുണ്ട്. അത് അപ്സൈഡ് ഡൗൺ ആയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാനായിട്ടില്ല എന്നാണ് ഇപ്പോൾ ആർമി വിഭാഗത്തിൽപ്പെട്ടവർ പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് ഞാൻ വിശദമാക്കാം. ഇപ്പോൾ പ്രേക്ഷകർ ചിത്രത്തിൽ കാണുന്നത് ഈ സോണാർ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയ കോൺടാക്റ്റ് 1 ആണ്. ആ കോൺടാക്റ്റ് 1 എന്നാണ് അവർ ഒബ്ജക്റ്റ് പറയുക. മോസ്റ്റ് പ്രോബബിൾ ആണ് ഈ ലോറിയുമായിട്ട്. അപ്പോൾ അതിൻ്റെ വലിപ്പം പ്രേക്ഷകർ നോക്കുന്നുണ്ടാവും. ഇത് വലിയ നീളമുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ ഒരറ്റം കൂർത്തിരിക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും, അല്ലേ? കൂർത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുകൾ പോലെ ചില ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇതൊരു മെറ്റൽ സാധനമാണെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ അതിനകത്ത് കാണപ്പെടേണ്ടതാണ്. അത് കാണപ്പെടുന്നില്ല. ആ പോയിൻ്റ് ഒന്ന് നോക്കൂ. ഇത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിൽ എനിക്കൊന്ന് സോണാർ വിദഗ്ധനാണ് ഇത് അന്തിമമായി പറയാൻ കഴിയുക. ആ ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം. ഇവിടെയും ഈ ഒബ്ജക്റ്റിൻ്റെ ഭാഗത്തൊരു ഗ്യാപ്പ് പ്രേക്ഷകർക്ക് കാണാം. ഞാനത് കുറച്ചുകൂടി വ്യക്തമാവുന്ന ഒരു മഷിയിൽ അത് രേഖപ്പെടുത്താം. ഈ ഭാഗത്ത് ഒരു ഗ്യാപ്പ് കാണാം. ഈ ഭാഗത്ത് ഒരു ഗ്യാപ്പ് കാണാം. ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം. ഇവിടെയും ഒരു ചെറിയ ഗ്യാപ്പ് രൂപപ്പെട്ടതായിട്ട് കാണാം. ഇവിടെയും ഒരു ഗ്യാപ്പായിട്ട് കാണാം. അതിനുശേഷം അതിൻ്റെ സ്ട്രക്ചർ ഞാനൊന്ന് വരയ്ക്കുകയാണെങ്കിൽ അത് കൂർത്തിരിക്കുന്നതായിട്ടും കാണാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ലോറിയാണോ ഇത് ടവറാണോ എന്ന ചോദ്യം പ്രസക്തവുമാണ്. കോൺടാക്റ്റ് 1 അതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതെങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന് വിദഗ്ധരാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. ഇതാണ് ആ കോൺടാക്റ്റ് 1-ൻ്റെ സാധ്യത. അതേ ഭാഗം ഇവിടെ കുറച്ചുകൂടി വീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജ് വീതി കുറഞ്ഞും കാണപ്പെടുന്നുണ്ട്. ഇത് കണ്ടാൽ സാധാരണ നമ്മളതിനെ ഡീകോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊരു ടവറിൻ്റെ രൂപമല്ലേ എന്നൊരു ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തുന്നത്. ഇതൊരു ഹൈ പ്രോബബിലിറ്റിയാണ്. നമുക്ക് സോണാറിൻ്റെ സാങ്കേതിക വിദ്യയോ അതിൻ്റെ കൂടുതൽ ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനമോ നമുക്കില്ല. നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന ഇമേജിൽ കോൺടാക്റ്റ് 1-ആയി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇമേജാണ്. ഈ ഇമേജ് ഏതെങ്കിലും തരത്തിൽ ടവർ ആകാനുള്ള സാധ്യതയില്ല എന്ന് നിരൂപിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. കാരണം ഇത് ടവർ നിൽക്കുന്ന ലൊക്കേഷനിലല്ല ഇത് കാണപ്പെട്ടത്. ടവർ നിന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടി പടിഞ്ഞാറ് ഭാഗത്താണ്. ഇത് കുറച്ചുകൂടി ഏകദേശം ഒരു 10 മീറ്റർ ആ ഭാഗത്തേക്ക് നിൽക്കുന്നു. പക്ഷെ അപ്പോഴും ഒരു സാധ്യതയുണ്ട്. മറുഭാഗത്തെ ടവർ വീണിട്ടില്ല. ആ ടവറിൽ ഹൈ ടെൻഷൻ ഈ വൈദ്യുതി ലൈനുകളുണ്ട്. അപ്പോൾ ഈ മണ്ണിടിഞ്ഞു വീഴുന്ന സമയത്ത് ഇത് മറിഞ്ഞു വീണാൽ താഴേക്ക് പോകുമോ മുകളിലേക്ക് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. മുകൾ ഭാഗത്ത് നിന്ന് മറിയുന്നുണ്ട്. രണ്ടും ഒരേ ഭാഗത്താണ് വീഴുന്നതെങ്കിൽ ഒരു പക്ഷേ മുന്നിലേക്ക് പോയി പതിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതെങ്ങനെ ഈ ഡയറക്ഷനിൽ വീഴുമെന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ സംശയമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ലോറി ആണെങ്കിൽ പോലും ഇത് അപ്സൈഡ് ഡൗൺ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നമുക്കറിയേണ്ടത് ഇനി ലോറി ആണെങ്കിൽ ഈ ഭാഗത്ത് ടയറുകൾ കാണപ്പെടാം. അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ടയറുകൾ കാണപ്പെടാം. മുമ്പിലുള്ള 2 ടയറുകളുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള ടയറുകളുണ്ട്. ഇവിടെയും ടയറുകൾ കാണപ്പെടാം. അപ്പോൾ ആ ഭാഗത്തെ ആണോ ഇനി ഈ ഗ്യാപ്പ് കണ്ടപ്പെട്ടത് എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് തലകീഴായി കിടക്കുന്നതിൻ്റെ ഒരു ഇമേജായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. എന്തായാലും ആർമി ഒരു കാരണവശാലും ഇതിനകത്തൊരു കൺഫർമേഷൻ തന്നിട്ടില്ല. കാരണം ഇതിൻ്റെ ബോഡി ത്രൂ ഔട്ട് കണ്ടിന്യൂസ് മെറ്റൽ പ്ലേറ്റ് ആണല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരാൻ സാധ്യതയുള്ളത് ഒരു പക്ഷേ അതിൻ്റെ ഡ്രൈവർ ക്യാബിനും അതിനുശേഷമുള്ള ട്രക്കിൻ്റെ ഭാഗവും മാത്രം, അതിൻ്റെ ചേസിസും മാത്രമായിരിക്കും. ചേസിസ് മെറ്റൽ പാർട്ട് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഗ്യാപ്പ് വരാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്താണ് അതിൽ സംഭവിച്ചതെന്നറിയില്ല. പക്ഷേ ഒരു ഹാഡ് ഒബ്ജക്റ്റ് ഇവിടെയുണ്ട്. അതിനെ തടി പല പല കെട്ടുകളായി ഇവിടെ കെട്ടുകയാണോ എന്ന് നമുക്കറിയില്ല. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഈ തടി കൊണ്ടുപോയിരുന്നത്. 300ഓളം ചെറിയ തടി കഷ്ണങ്ങളുണ്ട്. അപ്പോൾ പല പല സെക്റ്റുകളാക്കി കെട്ടിയാണോ വെച്ചിട്ടുള്ളതെന്നും നമുക്കറിയില്ല. ഗ്യാപ്പുണ്ടോ അതിനിടയ്ക്കെന്നുള്ളതും നമുക്കറിയില്ല. എന്തായാലും അതിനകത്തൊരു ഗ്യാപ്പ് കാണപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ വരണം. അതിൽ വിദഗ്ധർക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ.